കാരണം ബി ജെ പിക്കകത്ത് സമവായ പ്രോസസ്സിലൂടെ അല്ലാതെ തെരഞ്ഞെടുപ്പിലൂടെ ഒരാളും പ്രസിഡന്റ് ആകാൻ വേണ്ടി പോകുന്നില്ല. CPM BJP പറയുന്ന പോലെ മുസ്ലിം തീവ്രവാദം, ജമാഅത്തെ ഇസ്ലാമി, മുരളിയേട്ടൻ ഞങ്ങൾക്കൊരു ഐഡിയൽ പേഴ്സൺ ആയിരുന്നു. ഒന്നിനേക്കാൾ വേഗത്തിൽ നിറം മാറിയെന്ന് തോന്നി. ചാടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അപ്പുറത്തൊരു ഓഫർ കിട്ടിയപ്പോൾ ചാടി. സീനിയോറിറ്റി മറികടന്ന് വേറൊരാൾ പ്രസിഡന്റ് ആവുന്നു. ഒരു അല്പ മാനസിക പ്രയാസം ഒന്നും ഉണ്ടായില്ല. ബി ജെ പിക്കകത്ത് ഇലക്ഷൻ ഇല്ല, ബി ജെ പിക്കകത്ത് സെലക്ഷൻ മാത്രമേ ഉള്ളൂ. വി മുരളീധരനും PK കൃഷ്ണദാസും രണ്ട് ധ്രുവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പ്രസിഡന്റായ സമയത്താണ് ഇപ്പോഴത്തെ പാർട്ടി ലീഡർഷിപ്പിൽപ്പെട്ട ആൾക്കാർ വിമർശനത്തിലേക്ക് വരുന്നത്. നമസ്കാരം. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ് എന്നോടൊപ്പം. നമസ്കാരം. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം BJP രാഷ്ട്രീയം കുറച്ച് കലങ്ങി മറഞ്ഞിരിക്കുകയാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വലിയ പരിക്ക് ഏൽപ്പിച്ചോ പാർട്ടിക്ക്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വലിയ പരിക്കൊന്നും ഏൽപ്പിച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം അപ്രതീക്ഷിതമായൊരു റിസൾട്ട് വന്നപ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായി. അതിന് ചില പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് അന്നത്തെ ദിവസത്തോടു കൂടി തന്നെ പരമാവധി ഒരു ദിവസം കൂടി എടുത്തിട്ടുണ്ടാകും. അതോടുകൂടി കഴിഞ്ഞു. എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഈ ബോധ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു കൂടിയാലോചനയിലൂടെ പാർട്ടി പരാജയപ്പെട്ടതിൻ്റെ കാരണം ഇതാണ്. അങ്ങനെ പരാജയപ്പെട്ടു, നമുക്ക് റെക്ടിഫൈ ചെയ്യാം എന്ന് പറയണം. അങ്ങനെ ഒരു കൂടിയാലോചനയും ഇല്ലാതെ എങ്ങനെയാണ് പ്രവർത്തകർക്ക് ബോധ്യപ്പെടുക? എങ്ങനെയാണ് നേതാക്കന്മാർക്ക് ബോധ്യപ്പെടുക? പാലക്കാട്ടെ പ്രവർത്തകന്മാരെയാണല്ലോ ബോധ്യപ്പെടുത്തേണ്ടത്. അല്ലല്ലോ, കേരളത്തിൻ്റെ മൊത്തം പ്രവർത്തകർക്കും ആശങ്കയുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട്. അപ്പോൾ ആ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവിടെ പ്രവർത്തിക്കാൻ എത്തിയ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു, അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ആദ്യം ഉണ്ടാവേണ്ടത്. പാലക്കാട്ടെ പ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. പാലക്കാട്ടെ പ്രവർത്തകന്മാരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ. അത് ഏത് അർത്ഥത്തിലാണ്? ഒരു കൂടിയാലോചനയിലാണോ? കൂടിയാലോചനയിൽ തന്നെ. കാരണം ഓവറോൾ വിലയിരുത്തുമ്പോൾ പാലക്കാട് ഉണ്ടായിട്ടുള്ള പരാജയം ഒരു വലിയ തിരിച്ചടിയൊന്നുമല്ല. ഞങ്ങളവിടെ ജയിച്ച മണ്ഡലമൊന്നുമല്ല. തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പക്ഷേ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ എന്ന ചർച്ച പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു. പല നേതാക്കന്മാരും അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അല്ല, മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ എന്ന ചോദ്യത്തിന് താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ പാലക്കാട് ഞങ്ങൾക്ക് നിർത്താൻ സാധിക്കുന്ന അറ്റ് ദ ബെസ്റ്റാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ പട്ടികയിൽ വന്നിട്ടുള്ള പേരിൽ കൃഷ്ണകുമാർ ആ നാട്ടുകാരനാണ്. 10-17 കൊല്ലക്കാലം അവിടെ കൗൺസിലറായിട്ടുള്ള ആളാണ്. അവിടെ നഗരസഭയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ആളാണ്. ഒരു ലോക്കൽ കാൻഡിഡേറ്റ് ആണല്ലോ എപ്പോഴും പ്രിഫറബിൾ ആവുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഞങ്ങൾ ചിന്തിച്ചത്. അങ്ങനെയാണ് കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചത്. പിന്നെ അവിടെ മത്സരിക്കണമെന്ന് അവിടുത്തെ പ്രവർത്തകന്മാർ ആഗ്രഹിച്ചിട്ടുള്ള ആളുകൾ മത്സരത്തിന് വിമുഖത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ചോയ്സ് കൃഷ്ണകുമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിലൊന്നും ഇത് ബാധിച്ചിട്ടുമില്ല. നല്ല പ്രവർത്തനമായിരുന്നു. ജനങ്ങൾ നല്ല രീതിയിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരഞ്ഞെടുപ്പാകുന്ന സമയത്ത് പല ഘടകങ്ങളുണ്ടാകും. ആ പല ഘടകങ്ങൾ കുറച്ച് വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞു. ഈ പരിക്കെന്ന് ഞാൻ ഉദ്ദേശിച്ച വോട്ട് കുറഞ്ഞു മാത്രമല്ല, സന്ദീപ് വാര്യർ BJPയുടെ ഒരു ഫേസ് ആയിട്ട് കുറച്ച് കാലം, ഫേസ് എന്ന് പറഞ്ഞാൽ ചാനൽ ചർച്ചകളിലെങ്കിലും ഫേസ് ആയിരുന്നു. ഫേസ്ബുക്ക് പോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ BJPക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. BJPയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നു, സംസ്ഥാന വക്താവായിരുന്നു. അങ്ങനെ ഒരു നേതാവിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൂടി ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പരിക്കാണല്ലോ. എനിക്ക് തോന്നുന്നത് പാലക്കാടല്ലെങ്കിൽ മറ്റെപ്പോഴെങ്കിലും സന്ദീപ് വാര്യർ BJP വിടുമായിരുന്നതാണ്. കാരണം ഇല്ലെങ്കിൽ പ്രത്യേകിച്ചെന്ന് കാരണം പറയണം. ഒരു കാരണവും പറയാതെ കാരണത്തിന് വേണ്ടി കാരണമുണ്ടാക്കി പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ അതിന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാരണമുണ്ടാവണം. BJP അല്ല, അദ്ദേഹം പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തണം. മിനിമം അദ്ദേഹം പോയ പാർട്ടിക്കാരെങ്കിലും, അദ്ദേഹം കോൺഗ്രസ്സിലാണ് ചെയ്യുന്നത്, ആ കോൺഗ്രസ്സുകാരെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള ഒരു കാരണം സന്ദീപ് വാര്യർ ഇത്രയും ദിവസക്കാലം പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. ഈ സന്ദീപ് വാര്യർ ഇന്നല്ലെങ്കിൽ നാളെ പോകുമായിരുന്നു എന്ന് പറയുമ്പോൾ അത്രയും ആദർശ ബലമില്ലാത്ത ഒരു നേതാവായിരുന്നു സന്ദീപ് വാര്യർ നേരത്തെ ബോധ്യപ്പെട്ടിരുന്നു. അല്ല, അങ്ങനെ നമുക്ക് ബോധ്യപ്പെടാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അദ്ദേഹം പോയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളെല്ലാവരും വളർത്തിക്കൊണ്ടുവരാനേ പരിശ്രമിച്ചിട്ടുള്ളൂ. സന്ദീപ് വാര്യർക്ക് ഒരുപക്ഷെ ഇത്രയും അവസരം BJPയിലല്ലായിരുന്നെങ്കിൽ മറ്റെവിടെയും കിട്ടില്ലായിരുന്നു. കാരണം സന്ദീപ് വാര്യർ 2018 യുവമോർച്ചയുടെ സംസ്ഥാന നേതൃനിരയിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. ശ്രീധരൻപിള്ള സാറ് പാർട്ടിയുടെ കുമ്മനം മാറി ശ്രീധരൻപിള്ള സാറ് പാർട്ടി പ്രസിഡൻ്റായപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിക്കുന്ന കമ്മിറ്റിയിലാണ് സന്ദീപ് വാര്യർ സെക്രട്ടറി ആയിട്ടുള്ള വന്നത്. അതിന് തൊട്ട് മുമ്പത്തെ യുവമോർച്ച കമ്മിറ്റിയിലും സന്ദീപ് വാര്യല്ല. പക്ഷേ ഇടക്കാലത്ത് ശബരിമല പ്രക്ഷോഭത്തിൻ്റെ സന്ദർഭത്തിൽ ചില ചർച്ചകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നന്നായിട്ട് വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്ന കണ്ടപ്പോൾ
അദ്ദേഹത്തിന് ഒരു നല്ല ചെറുപ്പക്കാരനാണ് എന്ന് തോന്നലുണ്ടായി. അദ്ദേഹത്തെ യുവമോർച്ചയുടെ സ്റ്റേറ്റ് ടീമിൽ ഉൾപ്പെടുത്തി. അതിനുശേഷം ധാരാളം അവസരം അദ്ദേഹത്തിന് നൽകി. മറ്റൊരാൾക്കും കിട്ടാത്ത ഒരുപാട് സന്ദർഭങ്ങൾ അദ്ദേഹത്തിന് BJP കൊടുത്തിട്ടുണ്ട്, ചർച്ചകൾ അയച്ചിട്ടുണ്ട്. അതിനുശേഷം സുരേന്ദ്രൻ പ്രസിഡൻ്റായ സമയത്ത് സന്ദീപ് വാര്യരെ പാർട്ടി വക്താവാക്കി. സാധാരണ നിലക്ക് ഒരു യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാൾ മാത്രമായിട്ടുള്ള, സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രമായിട്ടുള്ള ഒരാളെ ഡയറക്റ്റ് BJPയുടെ ഭാരവാഹിയായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. പക്ഷേ സന്ദീപ് വാര്യർക്ക് ആ പ്രൊമോഷൻ കിട്ടി. ഇങ്ങനെ ഒരു ട്രിപ്പിൾ പ്രൊമോഷനൊക്കെ വേറെ ആർക്ക് കിട്ടും? BJPയിലല്ലാതെ വേറെ ഏത് പാർട്ടി കിട്ടും? അങ്ങനെ മേക്സ് അവസരമൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം അയാൾക്ക് ചാനലിൽ പോയിട്ട് നമ്മുടെ പാർട്ടി വാദമുഖങ്ങൾ അവതരിപ്പിക്കാൻ അയാൾക്ക് സാധിക്കുമെന്നുള്ള കോൺഫിഡൻസിലുകൊണ്ടാണ് അയാൾക്ക് അവസരം കൊടുത്തത്. ആ അവസരം കൊടുത്തപ്പോൾ അതൊരു പാർട്ടി നൽകുന്നൊരു സൗജന്യമായിട്ടും പാർട്ടി ഒരാളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ശ്രമമായിട്ടുമാണ് കാണേണ്ടത്. അത് ഞാൻ പാർട്ടിക്ക് അനിവാര്യനാണ് എന്ന തോന്നൽ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷയും. അതൊരു തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ തെറ്റായിപ്പോയെന്ന് തോന്നുന്നില്ല. കാരണം BJP എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഇതാണ്. അങ്ങനെ ധാരാളം ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അത് ആ കൂട്ടത്തിൽ ചില ആളുകൾ വഴിതെറ്റിപ്പോയാൽ ചില വഴിതെറ്റിയ കുഞ്ഞാടുകൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. ആളുകൾ മാറിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി നേതൃത്വത്തെ കുറ്റം പറയും, അവസരങ്ങളില്ല എന്ന് പറയും. പക്ഷേ വിശ്വസിച്ചിരുന്ന അടിസ്ഥാന ആശയങ്ങളുടെ പ്രമാണങ്ങളെപ്പോലും പൂർണ്ണമായും ഒരൊറ്റ ദിവസം കൊണ്ട് തള്ളിപ്പറയുകയാണ്. RSSനെ തള്ളിപ്പറയുന്നു, RSSൻ്റെ ആശയങ്ങളെ തള്ളിപ്പറയുന്നു, BJPയെ തള്ളിപ്പറയുന്നു. ഇതൊരു വെറുപ്പിൻ്റെ കേന്ദ്രമാണെന്ന് പറയുന്നു. ഈ വെറുപ്പിൻ്റെ ആശയങ്ങളെ ശക്തിയുക്തം വാദിച്ച ഒരാൾ പെട്ടെന്നൊരു ദിവസം ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? കാണുമ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിലൊക്കെ എന്താ തോന്നുന്നത്? ശരിക്കും എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അയാൾ പുറത്തു പോകുമായിരുന്നു. നമ്മളൊരു പാർട്ടിക്കകത്ത് നിൽക്കുന്നത് ഏതെങ്കിലും വ്യക്തികളെ കണ്ടുകൊണ്ടല്ല, ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം നമുക്ക് നേതൃത്വത്തിലുള്ള വ്യക്തികളിൽ നിന്ന് തിരിച്ചടിയേറ്റാൽ നമ്മൾ മാറി നിൽക്കും. പക്ഷേ നമ്മൾ ഐഡിയോളജി വിടാറില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പലരും അങ്ങനെയുണ്ട്. തൽക്കാലത്ത് പല അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പുറത്ത്, വ്യക്തിപര വ്യത്യാസത്തിൻ്റെ പുറത്ത് പാർട്ടി പ്രവർത്തനത്തിൽ മാറി നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാകാം. പക്ഷെ അവരാരും ഈ ഐഡിയോളജി വിട്ടുപോവില്ല. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ സന്ദീപ് വാര്യർ ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത് BJPയുടെയും സംഘപരിവാറിൻ്റെയും കോർ ഐഡിയോളജിയെ തള്ളിപ്പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു പെട്ടെന്നുള്ള മാനസികാവസ്ഥയിലല്ല. അയാൾ മെൻ്റലി നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു. ഒന്നിനേക്കാൾ വേഗത്തിൽ നിറം മാറിയെന്ന് തോന്നി. ശരി, മെൻ്റലി നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു. ചാടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അപ്പുറത്തൊരു ഓഫർ കിട്ടിയപ്പോൾ ചാടി. ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്കും BJPക്കകത്തുനിന്ന് പ്രമുഖരായിട്ടുള്ള ആളുകൾ മുമ്പും മാറിയിട്ടുണ്ട്. പക്ഷെ അവരാരും പാർട്ടിയുടെ കോർ ഐഡിയോളജിയെ തള്ളി പറഞ്ഞുകൊണ്ടല്ല പോയിട്ടുള്ളത്. സന്ദീപ് വാര്യർ അന്നൊരു പ്രസംഗം നടത്തിയിരുന്നു. PK കൃഷ്ണദാസിനും MT രമേശിനും CK പത്മനാഭനും ഒക്കെ ഈ പാർട്ടിയിൽ എന്നെപ്പോലെ പുറത്തു വരാൻ ധൈര്യമുണ്ടോ? അതെന്താണ് അതിൻ്റെ അടിസ്ഥാനം? ആ ചോദ്യത്തിന് അല്ല, അത് ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ മറ്റുള്ളവരെ വെല്ലുവിളിക്കും പോലെയാണ്. എന്നെപ്പോലെ ആത്മഹത്യ ചെയ്യാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. മാത്രമല്ല, അല്ല, അതിലൊരു ഒരു സമീകരണമുണ്ട്. ഞാൻ പാർട്ടിക്ക് പുറത്തേക്ക് വന്നു അസംതൃപ്തനായി, ഇതിനകത്ത് കുറച്ച് ആളുകൾ അസംതൃപ്തരായി നിൽക്കുന്നുണ്ട്, അവർക്ക് ധൈര്യമില്ല എന്നുള്ളതാണല്ലോ. സന്ദീപ് വാര്യർ BJP വിട്ടത് എന്തെങ്കിലും അസംതൃപ്തിയുടെ പേരിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കസേര കിട്ടാത്തതിൻ്റെ പേരിലാണല്ലോ. പിന്നെ അത് അസംതൃപ്തിയാണ്. കാരണം കൃഷ്ണകുമാറിനെ പാലക്കാട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം 4, 5, 6 ദിവസക്കാലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സന്ദീപ് വാര്യർ സജീവമായിരുന്നല്ലോ. അന്നൊന്നും അസംതൃപ്തിയില്ലല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കസേര കിട്ടാത്തതാണ് അതൃപ്തിയുടെ അർത്ഥം. പിന്നെ പറഞ്ഞത് കൃഷ്ണകുമാർ അമ്മ മരിച്ചപ്പോൾ വന്നില്ലെന്ന്. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് അത് ബോധ്യമുണ്ടായിരുന്നില്ലേ? അപ്പോൾ അസംതൃപ്തിയുടെ പേരല്ല, ഒരു ബെറ്റർ ഓഫറിന് വേണ്ടി കുറേ കാലമായിട്ട് അയാൾ കാത്തിരിക്കുകയായിരുന്നു. BJPയിൽ നിന്നാൽ ഇനി ഒരു അവസരം ഇല്ലാന്ന് അയാൾ തിരിച്ചറിഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അതും കാത്തിരുന്ന് കാണേണ്ടതാണല്ലോ. കോൺഗ്രസിൻ്റെ അവസരമാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, പുതിയ ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ BJP കാണിക്കുന്ന സൗമനസ്യവും സഹായവും ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കാണിക്കും. പക്ഷേ പൊതുവെ പറയപ്പെടുന്ന BJPയിലേക്ക് ഒരുപാട് പേര് വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പത്മജ വേണുഗോപാൽ, PC ജോർജിൻ്റെ മകൻ, അതിനു മുമ്പ് ജേക്കബ് തോമസിനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള ഹയർ ഒഫീഷ്യൽസ് വരുന്നു, ശ്രീധരൻ സാറ് വരുന്നു. ഇവരൊന്നും പാർട്ടിയിൽ എവിടെയും കാണുന്നില്ലല്ലോ നമുക്ക്. അല്ല, അവർക്കൊക്കെ എല്ലാവരും പാർട്ടി അക്കമഡേഷൻ മാത്രമല്ലല്ലോ, പലതരത്തിൽ അവരെ പ്രയോജനപ്പെടുത്തുകയാണല്ലോ. ഇവരെല്ലാവരും വന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്തുകൊണ്ടുകൂടിയാണ്. അപ്പോൾ അവരെ അക്കമഡേറ്റ് ചെയ്യേണ്ട ചുമതല കേന്ദ്ര നേതൃത്വത്തിന് കൂടിയാണ്. കേരളത്തിൽ ഇവരെല്ലാവരും അക്കമഡേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. പക്ഷേ കേന്ദ്ര നേതൃത്വം ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് അവരുമായിട്ടൊക്കെ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. പ്രോപ്പർ അക്കമഡേഷൻ അവർക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിനിടയിലൊരു വാക്യം കുടുങ്ങിയത്, ഈ പലരും മാറി നിൽക്കാറുണ്ട്,
ഒരു നേതൃത്വത്തോട് പിണങ്ങുമ്പോൾ മാറി നിൽക്കാറുണ്ട്. അങ്ങനെ മാറി നിൽക്കുന്ന ആളുകളെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതല്ലേ നേതൃത്വത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം? തീർച്ചയായിട്ടും അങ്ങനെ പരിശ്രമിക്കുന്നുണ്ടല്ലോ. ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ മാത്രമല്ല, താഴെയുണ്ട് ചില ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസ വിരോധത്തിൻ്റെ പുറത്ത് അവരെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ പരമാവധി പരിശ്രമിക്കും. എല്ലാവരെയും കാണാനും. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പരിശ്രമം, പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ബൂത്തുകളിലേക്കുള്ളൊരു യാത്ര നിശ്ചയിച്ചിരുന്നു. ബൂത്ത് ദർശന യാത്ര എന്ന് പറഞ്ഞുകൊണ്ടൊരു യാത്ര നിശ്ചയിച്ചിരുന്നു. ആ ബൂത്ത് ദർശന യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ബൂത്ത് അടിസ്ഥാനത്തിൽ അങ്ങനെ പഴയ ആളുകൾ മാറി നിൽക്കുന്നുണ്ടോ, എന്തെങ്കിലും അസ്വാരസ്യത്തിന് മാറി നിൽക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും കാണാനായിരുന്നു, അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അതിന് വലിയ ഗുണമുണ്ടായിട്ടുണ്ട്. ധാരാളം അത്തരത്തിൽ മാറി നിൽക്കുന്ന ആളുകൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമായിട്ടുണ്ട്. എല്ലാ കാലത്തും നേതൃത്വത്തിൻ്റെ ചുമതലയാണ്. കാരണം ആരാണോ ലീഡർഷിപ്പിലുള്ളത് അവരുടെ ചുമതലയാണ് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത്. ഈ അടുത്ത കാലത്താണ് ഇത്തരം പിണക്കങ്ങൾ പാർട്ടിയിൽ തുടങ്ങിയത്. കാരണം പാർട്ടിയിൽ ഭാരവാഹികളാവാൻ പോലും ആളുകളില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചുമതല കൊടുക്കാൻ ആളില്ലാത്തൊരു കാലഘട്ടം, പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ലാത്തൊരു കാലഘട്ടം. അധികാരം കിട്ടിയതിന് ശേഷമാണോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പിണക്കങ്ങളും കലഹങ്ങളും ഒക്കെ കൂടി വന്നത്? അധികാരത്തിൻ്റെ മാത്രമല്ല, പാർട്ടിയിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നുണ്ടല്ലോ. പഴയ പോലെയല്ലല്ലോ ബി ജെ പി കേരളത്തിൽ ഇന്നിപ്പോൾ ഒരു വലിയ ബഹുജന പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ബഹുജന പാർട്ടിയായിട്ട് മാറുമ്പോൾ ധാരാളം ആളുകൾ പാർട്ടിയിലേക്ക് വരും. എല്ലാവരും നമ്മൾ പറയുക എല്ലാ ഐഡിയോളജിയോട് 100% കമ്മിറ്റ്മെൻറ്റായിട്ട് മാത്രം വരുന്നവരല്ലല്ലോ. മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വരുന്നു, മറ്റു മേഖല പ്രവർത്തിക്കുന്ന ആളുകളും അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാകും, അവരുടെ അഭിപ്രായങ്ങളുണ്ടാകും. അപ്പോൾ അതനുസരിച്ച് പാർട്ടി വളരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ലീഡർഷിപ്പിൻ്റെ. പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കുകയല്ല, പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത്. ഈ പുതിയ കാലത്തെ ആളുകൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൂടെ ബി ജെ പിക്കാരായവരുണ്ട്, ചാനൽ ചർച്ചകൾ കണ്ട് ബി ജെ പിക്കാരായവരുണ്ട്, ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് ബി ജെ പിക്കാരായവരുണ്ട്. അവരൊക്കെ ഈ പഴയ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു കാഠിന്യത്തെക്കുറിച്ചൊക്കെ, യുവമോർച്ച പ്രവർത്തന കാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ ആയിരുന്നു പാർട്ടി എന്നുള്ളത്. അല്ല, അതിൽ ചില സന്ദർഭത്തിലൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം ഇതവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. അവസരം കിട്ടുമ്പോൾ പഴയ പാർട്ടി പ്രവർത്തകന്മാരുടെ കാര്യങ്ങൾ നമ്മൾ പുതിയ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എത്രയോ ആളുകൾ. കാരണം ഇപ്പോഴാണ് ബി ജെ പിക്ക് കേരളത്തിൽ അംഗീകാരമൊക്കെ കിട്ടുന്നത്, ഇപ്പോഴാണ് സ്പേസ് കിട്ടുന്നത്. ആ സ്പേസ് കിട്ടുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയൊന്നുമല്ലാത്ത കാലത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ആണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് എന്ന് പലപ്പോഴും ബോധ്യപ്പെടുത്താറുണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി ആരംഭിച്ചത് 1980-ലാണ്. 80-ൽ ബി ജെ പി ആരംഭിച്ച ശേഷം സുദീർഘമായിട്ടുള്ളൊരു 1.5 ദശാബ്ദക്കാലം പാർട്ടിക്ക് കേരളത്തിൽ നേതൃത്വം കൊടുത്ത 2 വ്യക്തികൾ മാരാർജിയും രാമപിള്ള സാറുമാണ്. മാരാർജിയും രാമപിള്ള സാറും നടന്നു തീർത്ത വഴികളിലൂടെയാണ് പിന്നീടുള്ള ബി ജെ പിക്കാർ മുഴുവൻ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള അധ്വാനം, അതിന് തൊട്ട് പിറകിൽ മറ്റൊരു തലമുറയുണ്ട്. ആ തലമുറയിൽ ചില ആളുകൾ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് രാമപിള്ള സാറും രാമപിള്ള സാറും മാരാർജിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് രാജേട്ടനും ഉള്ളത്. അതിനുശേഷം നമ്മുടെ ഏറ്റുമാനൂർ രാധാകൃഷ്ണനെ പോലെ അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഉണ്ട്. ചില ആളുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം സീതാരാമപിള്ള സാറിനെ പോലെയുള്ള ഒരു 3ാമത്തെ തലമുറ ബി ജെ പിക്ക് വന്നു. കൃഷ്ണദാസ് ജിയെ പോലെയുള്ള 4ാമത്തെ തലമുറ വന്നു. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6ാമത്തെയോ 7ാമത്തെയോ തലമുറയാണ് കേരളത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കഴിഞ്ഞ ഒരു 5 തലമുറയിൽപ്പെട്ട പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും അവരനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടും യാതനയുമൊക്കെ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അത് പഠിക്കേണ്ടതാണ്. സന്ദർഭം വരുമ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. കാരണം ബി ജെ പിയുടെ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിലാണ് താങ്കൾ ഈ പാർട്ടി പ്രവർത്തനത്തിലേക്ക് വരുന്നത്? ശരിക്കും ഞാൻ 1998 യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. 23ാമത്തെ വയസ്സിലാണ് ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആവുന്നത്. അപ്പോൾ അത് പ്രസിഡന്റ് ആരായിരുന്നു? കൃഷ്ണദാസ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ശ്രീശമാഷ കാലഘട്ടത്തിൽ ഞാൻ യുവമോർച്ചയുടെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി. അത് കഴിഞ്ഞിട്ട് കൃഷ്ണദാസ് ജി പാർട്ടി യുവമോർച്ച പ്രസിഡൻ്റായപ്പോൾ അന്ന് മാരാർജി സംസ്ഥാന പ്രസിഡൻ്റാണ് പാർട്ടിയുടെ. അന്ന് ഞാൻ 93-ൽ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായി. സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല, യുവമോർച്ചയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി വന്നു. അന്ന് യുവമോർച്ചയുടെ മുഴുവൻ സമയ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വിട്ട്
പുറത്ത് താമസിക്കുന്ന ആളുകളാണ്. RSS പ്രചാരകന്മാരെ പോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ പോയി താമസിച്ച് പ്രവർത്തനം നടത്തുന്നവരാണ്. അങ്ങനെ ഞാൻ കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രവർത്തനം മുഴുവൻ. പിന്നീട് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറി, തൃശ്ശൂരിൽ നിന്ന് പിന്നെ തിരുവനന്തപുരത്തേക്ക് മാറി, പിന്നെ ദീർഘകാലം തിരുവനന്തപുരമായിരുന്നു. അപ്പോൾ അന്ന് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നു. മാരാജിക്ക് ശേഷം ശ്രീധരൻ മാഷ് പ്രസിഡൻ്റായി. ശ്രീധരൻ മാഷ് കഴിഞ്ഞ് CKP സംസ്ഥാന പ്രസിഡൻ്റായപ്പോൾ 98 യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട്. ABPയിലൂടെയാണോ സംഘത്തിലൂടെയാണോ പാർട്ടിയിലേക്ക് എത്തിയത്? ആരംഭം ഈ സംഘത്തിലൂടെയാണ്. ഞാൻ 10ാമത്തെ വയസ്സിൽ ശാഖയിൽ പോയി തുടങ്ങിയ ആളാണ്, 4ാം ക്ലാസ് പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് സംഘത്തിൻ്റെ ശിക്ഷകം മുഖ്യ ശിക്ഷകമൊക്കെ ആയി. 10ാം ക്ലാസ് വരെ സംഘത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നു, മണ്ഡലത്തിൻ്റെ ഒക്കെ ചുമതലയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിലേക്ക് എത്തിയപ്പോഴാണ് ABP ആണത്. ABPയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി. അതാണ് ശരിക്കും BJP രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വഴി. അതാണ്. അതിനുശേഷം യുവമോർച്ചയുടെ സെക്രട്ടറിയായി ഫുൾ ടൈമറായി. യുവമോർച്ചയുടെ ABPയുടെ ചുമതലയുള്ളപ്പോൾ V മുരളീധരൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണോ? അല്ല, മുരളിയേട്ടൻ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി. അന്ന് ABPയുടെ നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇപ്പോൾ സംഘത്തിൻ്റെ സർക്കാർ ഭാഗമായിട്ടുള്ള ദത്താജിയാണ്. മുരളിയേട്ടനായിരുന്നു കേരളത്തിൽ ABPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി. ഞങ്ങളന്ന് കാരണം മുരളിയേട്ടൻ ഞങ്ങൾക്കൊരു ഐഡിയൽ പേഴ്സണായിരുന്നു അന്ന്. കാരണം ഒരുപക്ഷെ ഇത്രമാത്രം യാത്ര ചെയ്യുന്ന മറ്റൊരു വിദ്യാർത്ഥി നേതാവും ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല. 30 ദിവസക്കാലം അദ്ദേഹം യാത്ര ചെയ്യായിരുന്നു. അന്ന് ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയയോ ടെലിഫോൺ സൗകര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ മുരളിയേട്ടൻ ചെയ്യാറുള്ളത് ഒരു മാസത്തിൻ്റെ ആദ്യം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള അദ്ദേഹത്തിൻ്റെ ടൂർ പ്രോഗ്രാം നേരത്തെ നിശ്ചയിക്കും, എന്നിട്ട് അയച്ചു തരും. ഒരു കാർഡിലാണ് അയക്കുക, ഇന്ന് പോസ്റ്റ് കാർഡാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അങ്ങനെ അധികം യാത്ര ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പോൾ അത് മുരളിയേട്ടൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി സമയത്ത് ഫുൾ ടൈമറാവാൻ വേണ്ടി സാധിച്ചു. അത് നമുക്ക് നല്ല ജീവിതത്തിൽ നല്ലൊരു അനുഭവം തന്നെയാണ്. അത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഒരു അനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് യുവമോർച്ചയിലേക്ക് വന്നു. സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയതിനു ശേഷമാണ് ഞാൻ പ്രസിഡന്റ് ആവുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ABVPയിൽ നിന്ന് പെട്ടെന്ന് യുവമോർച്ചയിലേക്കുള്ള പോക്കിൽ V മുരളീധരൻ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടായിരുന്നു? അതെൻ്റെ കാര്യത്തിൽ മാത്രമല്ല. കാരണം വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാവരും ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥി പരിഷത്തിൽ ഉണ്ടാവണം എന്നാണ് എല്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരും ആഗ്രഹം, പ്രത്യേകിച്ചും ഒരു മുഴുവൻ സമയ പ്രവർത്തകൻ. അപ്പോൾ ഇടയിൽ ABVP വിട്ട് BJPയിലേക്ക് വരുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്താനേ ശ്രമിക്കാറുള്ളൂ. എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ BJPയിലേക്ക് വന്ന എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ABVPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ചെയ്യേണ്ട സംഘടനാപരമായിട്ടുള്ള ദൗത്യമാണ്. അതൊരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ ABVP വിട്ട് യുവമോർച്ചയിൽ ചുമതല ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് യുവമോർച്ചയുടെ പ്രസിഡൻ്റായപ്പോൾ, യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അഭിനന്ദനത്തിൻ്റെ കത്തയക്കുന്ന മുരളിയേട്ടനാണ്. അന്ന് മാത്രമല്ല, അതിൽ ABVP പ്രവർത്തനം അവസാനിപ്പിച്ച് പഴയ ABVPക്കാരൊക്കെ പേരുകളൊക്കെ എനിക്ക് മുരളിയേട്ടനാണ് പറഞ്ഞു തന്നത്. അവരൊക്കെ സംസാരിച്ച് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ യുവമോർച്ചയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെ എന്നോട് പറഞ്ഞത് മുരളിയേട്ടനാണ്. ABVPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരു ABVP പ്രവർത്തകൻ ABVPയിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്നൊരു വികാരമാണ്. ആ വികാരം പ്രകടിപ്പിച്ചു എന്നല്ലാതെ ആ പ്രയാസമൊന്നും പിന്നീട് സാധാരണ നമുക്ക് പാർട്ടിയിലൊരു ഗുരുവായോ ഒരു ഫേവറിറ്റിസം ഉള്ള നേതാവായിട്ടൊക്കെ ഒരാളുണ്ടാവുമല്ലോ. അതിപ്പോൾ V മുരളീധരനും PK കൃഷ്ണദാസും 2 ധ്രുവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ PK കൃഷ്ണദാസിൻ്റെ കൂടെയാണ് MT രമേശിൻ്റെ പേര് പറയാറുള്ളത്. പക്ഷേ ഈ ഒരു ABVP ബന്ധമൊന്നും പിന്നീട് ആ ഒരു സമവാക്യത്തിലേക്ക് പോയില്ലേ? ഞങ്ങൾ ഒരുമിച്ചാണല്ലോ വർക്ക് ചെയ്തത്. മുരളിയേട്ടൻ ഈ BJPയിലേക്ക് വരുന്നത് PK കൃഷ്ണദാസ് സംസ്ഥാന പ്രസിഡൻ്റായപ്പോഴാണ്. ഒരു ടീമായിട്ട് പ്രവർത്തിച്ചതാണ്. ആ കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് ഗ്രൂപ്പുകൾ വേറെയായിരുന്നു. PK കൃഷ്ണദാസിൻ്റെ ടീമിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാൻ കൃഷ്ണദാസേട്ടൻ്റെ ടീമിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. മുരളിയേട്ടൻ വൈസ് പ്രസിഡന്റ്. ഞങ്ങളൊരു ടീമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് എല്ലാ കാലത്തും. അത് നിങ്ങൾ എൻ്റെ വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എൻ്റെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫിൽ എനിക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു രീതിയല്ലാതെ മുരളിയേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ മാധ്യമങ്ങളിലുണ്ടാകും. നേരത്തെ കേരളത്തിലെ ഗ്രൂപ്പ് K രാമൻപിള്ളയുടെയും KG മാരാറിൻ്റെയും പേരിൽ 2 ഗ്രൂപ്പാണ് പറയാറ്. അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് രാജഗോപാലിൻ്റെയും PP മുകുന്ദൻ്റെയും ഗ്രൂപ്പായി മാറി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കൃഷ്ണദാസിൻ്റെയും മുരളീധരൻ്റെയും ഗ്രൂപ്പായി. ഇപ്പോൾ സുരേന്ദ്രൻ്റെയും MT രമേശിൻ്റെയും ഗ്രൂപ്പാകും. നാളെ വേറെ 2 ആൾ പേരിലാവും. ഇതിങ്ങനെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ്. സത്യത്തിൽ ദ്വന്ദ്വം നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമായതുകൊണ്ടായിരിക്കുമല്ലോ അതിങ്ങനെ. അങ്ങനെ ദ്വന്ദ്വം ഇല്ല, സത്യത്തിൽ ഇല്ല. കാരണം
BJPക്കകത്ത് എല്ലാവരും വളരെ കോർഡിയലായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ, അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, അത് വ്യക്തികളാണ്. പക്ഷെ പാർട്ടി എന്നുള്ള നിലക്ക് നാം ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ കേരളത്തിലെ BJPയുടെ ലീഡർഷിപ്പ് ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഞങ്ങളെക്കാൾ മുമ്പേ പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ടീം സ്പിരിറ്റ് നമുക്കറിയാതെ രൂപപ്പെട്ടു വരും. കാരണം നമ്മളെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നവർ, നമുക്ക് ചുമതല തന്നിട്ടുള്ളവർ, നമ്മളെ പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവർ, അങ്ങനെയുള്ള ആളുകളാണല്ലോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മൾക്കൊരു വ്യക്തിബന്ധം രൂപപ്പെട്ടു വരും. ഈ പറയുന്ന എല്ലാറ്റിനും അപ്പുറത്ത് ആളുകൾ തമ്മിൽ വ്യക്തിപരമായൊരു ബന്ധമുണ്ട്. ഇപ്പോൾ ഈ നിങ്ങളിൽ പറയുന്ന വി മുരളീധരനായാലും PK കൃഷ്ണനായാലും രണ്ട് തരത്തിലുള്ള ബന്ധം എനിക്കുണ്ട്. കാരണം ഞാൻ ABPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയ സമയത്ത് ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലക്ക് എന്നെ പരമാവധി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് വി മുരളീധരൻ. എനിക്ക് ധാരാളം അവസരങ്ങൾ ABPക്കകത്തും തന്നിട്ടുള്ള വ്യക്തിയാണ്. മാക്സിമം നമ്മൾ കൂടെ കൊണ്ടു നടന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് അവസരം തന്നിട്ടുള്ളത് കൃഷ്ണദാസിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാരവാഹിയാക്കി എല്ലാ സന്ദർഭങ്ങളും നമുക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഇവരോടൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ലൈഫിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിൽ ഇതുവരെ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനോട് എല്ലാവരോടും നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം അതിനൊരു പ്രത്യേക സംവിധാനമായിട്ട് കാണാൻ സാധിക്കില്ല. ഈ യുവജന പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനാവുമ്പോൾ സ്വാഭാവികം യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ 98-ലാണ്. അന്ന് ആ ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ യുവമോർച്ചയുടെ ടീമിലേക്ക് വരുന്ന സമയത്ത് കൃഷ്ണദാസ് പ്രസിഡൻറ്റും ജോർജ് കുര്യൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അന്നുണ്ടായത് ഇവരിൽ ഇപ്പോൾ BJPക്കകത്തുള്ളവർ തിരുവനന്തപുരത്ത് JR പത്മകുമാർ നമ്മുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. AN രാധാകൃഷ്ണൻ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. പിന്നെ അന്ന് സംസ്ഥാന ടീമിൽ ഉണ്ടായിരുന്ന ആളുകളാരും ഇന്നിപ്പോൾ BJPക്കകത്ത് അങ്ങനെ സജീവമായിട്ടില്ല. ജില്ലയിലൊക്കെ അവിടെയും മണ്ഡലത്തിലും ജില്ലയിലൊക്കെ ഉണ്ട്. പക്ഷേ സജീവമായി ജയകൃഷ്ണ മാഷ് ഉണ്ടായിരുന്നു. പിന്നെ കൃഷ്ണദാസേട്ടൻ്റെ ടീമിൽ ജയകൃഷ്ണ മാഷ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രസിഡൻ്റായ സമയത്താണ് ഇപ്പോഴത്തെ പാർട്ടി ലീഡർഷിപ്പിൽപ്പെട്ട ആൾക്കാർ യുവമോർച്ചയിലേക്ക് വരുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ ടേമിലാണ് സുരേന്ദ്ര യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആദ്യത്തെ ടൈമിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അന്ന് ചന്ദ്രമോഹനായിരുന്നു ജനറൽ സെക്രട്ടറി, കൊട്ടാരക്കരയാണ്. സെക്രട്ടറിമാരിലൊരായിരുന്നു സുരേന്ദ്രൻ. അന്ന് ശോഭയെ നമ്മൾ യുവമോർച്ചയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാക്കി എടുത്തിട്ടുള്ളതാണ്. ശോഭ യുവമോർച്ചയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു. രണ്ടാമത്തെ ടേം ഒരു ടേമും കൂടി എനിക്ക് കിട്ടി. ഞാൻ അങ്ങനെ 2 ടേം യുവമോർച്ച പ്രസിഡൻ്റായിട്ടുണ്ട്. രണ്ടാമത്തെ ടേം വന്ന സമയത്ത് സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിയായി, ശോഭ വൈസ് പ്രസിഡൻ്റായി. അന്ന് ടീമിലുള്ളവരാണ്, അന്ന് യുവമോർച്ച ടീമിലുള്ളവരാണ് ഇന്ന് BJPയുടെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ഭാരവാഹികളുമായിട്ടുള്ള ആളുകൾ. സംസ്ഥാന സെക്രട്ടറിമാരും ഈ സീനിയറായിട്ടുള്ള ആളുകൾ ഒഴികെ, മുതിർന്ന ആളുകൾ ഒഴികെ ബാക്കി ഈ ആളുകൾ മുഴുവൻ ഒന്നുകിൽ ആ കാലഘട്ടത്തിലോ അതിനുശേഷമോ യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും യുവമോർച്ച കാലഘട്ടത്തിൽ യുവമോർച്ച പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഇന്ന് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അവരുമായിട്ടൊക്കെ നമുക്ക് ആ പഴയകാല ബന്ധം ഇപ്പോഴും സൂക്ഷിക്കാൻ സാധിക്കും. പിന്നീട് പാർട്ടിയിലേക്ക് വന്നപ്പോൾ PK കൃഷ്ണദാസ് പ്രസിഡൻ്റ് ആവുന്നു, അവിടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു. പിന്നീട് ഇങ്ങോട്ട് വി മുരളീധരൻ്റെ കമ്മിറ്റിയിലുണ്ടായി, കുമ്മനം രാജശേഖരൻ, ശ്രീധരൻപിള്ള, ഇപ്പോൾ K സുരേന്ദ്രൻ്റെ കമ്മിറ്റിയിൽ വരെയായി. ഈ ഒരു പ്രവർത്തന കാലഘട്ടത്തിൽ, എനിക്ക് 2006 മുതലുള്ള പ്രവർത്തന കാലഘട്ടത്തിൽ ഒരു പ്രസിഡൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം തോന്നിയ പ്രവർത്തനം ഏതിനോടായിരുന്നു? പലതരത്തിലാണ്. എൻ്റെ ഒരു പൊതു സ്വഭാവം, ആര് പ്രസിഡൻ്റായാലും പ്രസിഡൻറ്റിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഘാടകൻ ചെയ്യേണ്ടത്. കാരണം ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റ് പ്രസിഡൻറ്റിൻ്റെ കൂടെ നിൽക്കേണ്ട ചുമതലയാണ് ജനറൽ സെക്രട്ടറിക്കുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം കൃഷ്ണദാസേട്ടൻ്റെ കൂടെ നിന്നു. അതിനുശേഷം മുരളിയേട്ടൻ, കുമ്മനം, മുരളിയേട്ടൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മാറിയത്. പക്ഷേ അപ്പോഴും ഞാൻ കോർ കമ്മിറ്റി മെമ്പറായിരുന്നു. മുരളിയേട്ടൻ്റെ കാലഘട്ടത്തിൽ ഞാൻ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ, അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിതിൻ ഗഡ്കരിജി ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ, അന്ന് കേരളത്തിൽ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ ഞാനായിരുന്നു. സത്യത്തിൽ അന്ന് ഞാനും രാജേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാലത്തിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല, പക്ഷേ അന്നേരം കോർ ഗ്രൂപ്പ് മെമ്പറായിരുന്നു. വൈസ് പ്രസിഡന്റ് കം നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. സംസ്ഥാന കോർ ഗ്രൂപ്പ് മെമ്പറായിരുന്നു. പിന്നീട് കുമ്മനം പ്രസിഡൻ്റായപ്പോൾ വീണ്ടും ജനറൽ സെക്രട്ടറിയായി. ഓരോ പ്രസിഡന്റുമാർക്കും അവരുടേതായിട്ടുള്ള ചില കഴിവുകളും ശൈലികളുമുണ്ട്. ആ
ആ ശൈലികൾ അവിടെ വ്യക്തിപരം. ഉദാഹരണമായിട്ട് BJP കൃഷ്ണദാസേട്ടൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് എല്ലാവരുമായിട്ടും വളരെ ഡൗൺ ടു എർത്ത് ഇടപഴകുന്ന ഒരു പ്രതീതിയാണ്. അത് കഴിഞ്ഞ് വി മുരളീധരനിലേക്ക് എത്തുമ്പോൾ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ കാർക്കശ്യമുള്ള വ്യക്തിയാണ് വി മുരളീധരൻ. ഒരിക്കലും ഒരു സംഘടനാ വിഷയങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന സ്വഭാവം വി മുരളീധരനില്ല, വളരെ കാർക്കശ്യമാണ്. കുമ്മനമാകുന്ന സമയത്ത് കുറച്ചുകൂടി ആളുകൾ ഒരു ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. കാരണം കുമ്മനം എല്ലാറ്റിനും, കാരണം കേരളത്തിലെ BJPക്ക് മാത്രമല്ല സംഘപരിവാർ സംഘടനപ്പെടുന്ന എല്ലാ പ്രവർത്തകന്മാരുടെയും മുമ്പിൽ ഒരു രക്ഷാധികാരി പരിവേഷമുള്ള വ്യക്തിയാണ്. സാത്വിക മനുഷ്യൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയുണ്ട്. ശ്രീധരൻപിള്ള സാറ് കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഏത് വിഷയവും അതിൻ്റെ രാഷ്ട്രീയ യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ പോകണം. കാരണം പലപ്പോഴും സംസ്ഥാന നേതൃയോഗത്തിലൊക്കെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രീധരൻപിള്ള സാറ് അഭിപ്രായം പറയാറില്ല, ഇടപെടാറില്ല. അതൊക്കെ ഓർഗനൈസിംഗ് സെക്രട്ടറിമാർക്കും ജനറൽ സെക്രട്ടറിമാർക്കും വിട്ടുകൊടുക്കും. ശ്രീധരൻപിള്ള സാർ എപ്പോഴും ചെയ്യുക പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് സുരേന്ദ്രൻ വന്ന സമയത്തുള്ള കണ്ടിട്ടുള്ള സുരേന്ദ്രൻ കുറച്ചുകൂടി എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്രസിഡൻറ്റിനും ഓരോ രീതികളുണ്ട്. അപ്പോൾ ഏതാണോ നിലവിൽ പ്രസിഡൻറ്റിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ എന്താണോ ആ സ്റ്റൈലിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു ജനറൽ സെക്രട്ടറി ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. BJPയെ സംബന്ധിച്ച് വളരെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ വോട്ട് വിൽക്കുക, വാങ്ങുക, ചോർച്ച എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ചോർച്ച അടയ്ക്കാനുള്ളൊരു പ്രവർത്തനം തുടങ്ങിയത് PK കൃഷ്ണദാസിൻ്റെ കാലത്താണോ അല്ലെങ്കിൽ വി മുരളീധരൻ്റെ കാലത്താണോ? അല്ല, ഈ ചോർച്ച എന്നുള്ളത് മീഡിയ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ്. സംഭവിച്ചത് കേരളത്തിൽ 91 അതൊരു രാഷ്ട്രീയ സഖ്യമായിരുന്നു. 91 ബേപ്പൂരും വടകരയും ഒരു കോമൺ കാൻഡിഡേറ്റ് വന്നു. ആ കോമൺ കാൻഡിഡേറ്റിനെ BJPയും പിന്തുണച്ചു, UDFും പിന്തുണച്ചു. അതിനുശേഷമാണ് ഈ വാർത്തക്ക് കേരളത്തിൽ വലിയ സ്ഥാനം കിട്ടുന്നത്. പക്ഷേ ആ പരീക്ഷണം പരാജയപ്പെട്ടു പോയി. അതൊരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം കേരളത്തിലെ പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ചെടുത്തിട്ടുള്ള തീരുമാനമായിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടു. ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ പരിശോധിച്ചു. ആ പരീക്ഷണം കേരളത്തെപ്പോലുള്ള സംസ്ഥാനത്തെ വിജയിക്കാൻ സാധിക്കുന്നൊരു പരീക്ഷണമല്ല എന്ന പൊതുബോധ്യത്തിലേക്ക് BJP എത്തിയിട്ടുണ്ട്. അതിനുശേഷം പക്ഷേ BJP നേരിടുന്ന ഒരു വലിയ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് വോട്ട് വിൽക്കുക. വോട്ടൊന്നും ആർക്കും വിൽക്കാൻ പറ്റില്ല, വോട്ട് ചോർത്താനും പറ്റില്ല. കാരണം BJP പ്രവർത്തകന്മാരെന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകരല്ല. അവർക്ക് നിലപാടുണ്ട്. ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റിനപ്പുറത്തേക്ക് വ്യക്തികൾക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ സംഭവിച്ചത് വലിയ മാർക്സിസ്റ്റ് വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഈ CPM വിരുദ്ധ വികാരത്തിൽ സ്വാഭാവികമായിട്ടും CPM ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് വോട്ടിംഗ് BJPയുടെ അനുഭാവികളായിട്ടുള്ള ആളുകൾ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ BJP പ്രവർത്തകരല്ല, BJPയുടെ അനുഭാവികളായിട്ടുള്ള ആളുകൾ, പലപ്പോഴും മാർക്സിസ്റ്റ് വിരോധത്തിൻ്റെ പേരിൽ BJPയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ CPM ഒരിക്കലും ജയിക്കാൻ പാടില്ല. കാരണം അത്ര വലിയ അക്രമമാണ് കേരളത്തിൽ. അതുകൊണ്ട് ഒരു സ്ട്രാറ്റജിക് വോട്ട് ചെയ്തിരുന്നു. BJPയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെട്ടപ്പോൾ ആ വോട്ടുകളൊക്കെ അത് ഞങ്ങൾ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയപ്പോൾ ആ വോട്ടുകൾ ഞങ്ങളുടെ കൂടെ ഉറപ്പിച്ച് നിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം 91 ശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും ക്രമാനുഗതമായിട്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാൻ, ബേസ് വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം കുറച്ചുകൂടി ആ കാര്യത്തിൽ കർക്കശമായിട്ടുള്ള ചില നിലപാടുകൾ നിങ്ങൾ സ്വീകരിച്ചു. ഉദാഹരണമായിട്ട് ഇപ്പോൾ ലോക്കൽ ബോഡിയിൽ പോലും ഒരു മുന്നണിയുമായിട്ടും ഒരു ധാരണയും വേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തു ഞങ്ങൾ. ആ തീരുമാനം ഇപ്പോഴും പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-18 കൊല്ലക്കാലമായിട്ട് ആ തീരുമാനമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പുകൾ എന്തെങ്കിലും ഇത് തടഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ബാക്കിയൊക്കെ വെറും മാധ്യമങ്ങളിലൂടെ ആളുകൾ പടച്ചുണ്ടാക്കുന്ന വാർത്തകൾ മാത്രമാണ്. ഇപ്പോൾ ഒരു ധാരണയുണ്ടെന്നാണ് പറയുന്നത് CPMുമായിട്ട്. ഈ വോട്ട് കച്ചവടമല്ല, ഒരു വോട്ട് ധാരണ ആ രീതിയിലുണ്ടോ? അങ്ങനെ ഉണ്ടാകണമെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിച്ചാൽ മതിയല്ലോ. കാരണം BJP കേരളത്തിൽ 2024 BJPക്ക് വലിയ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വർധനമുണ്ടായി. 20% വോട്ടുണ്ട്. ഞങ്ങൾക്ക് എവിടെ നിന്നാണ് വോട്ട് കിട്ടിയിട്ടുള്ളത്? ഞങ്ങൾക്ക് വോട്ട് വന്നിട്ടുള്ളത് 2 മുന്നണിയിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി നാം ഡെപ്തിലേക്ക് പോകുമ്പോൾ BJPക്ക് ഇപ്രാവശ്യം വോട്ടിംഗ് പെർസെൻറ്റേജിലുണ്ടായ വലിയ വർധനവ് CPMൻ്റെ കേന്ദ്രങ്ങളിലാണ്. അങ്ങനെയാണ് പിന്നെ ധാരണക്ക് എന്ത് പ്രസക്തിയുള്ളത്? CPMൻ്റെ വോട്ട് ഞങ്ങൾ ചോർത്തുന്നു. CPMനകത്തെ ഹിന്ദു വോട്ടുകൾ
CPM നേതൃത്വം സ്വീകരിക്കുന്ന ഈ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അസ്വസ്ഥരായിട്ടുള്ള വലിയ വിഭാഗം വരുന്ന ഭൂരിപക്ഷ സമൂഹത്തിലെ വോട്ടർമാർ ഇപ്രാവശ്യം BJP ആണ് മൈനോറിറ്റി വോട്ട് ബാങ്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മെജോറിറ്റി വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മെജോറിറ്റി പോളറൈസേഷൻ ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടിതുണ്ടാകും. കാരണം അത്രമാത്രമാണ് കേരളത്തിലെ രണ്ട് മുന്നണികളും ഈ ന്യൂനപക്ഷ സമൂഹത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വഴിവിട്ട നീക്കങ്ങൾ നടത്തുന്നത്. സത്യത്തിൽ ഇവർ ചെയ്യുന്ന അപകടം ന്യൂനപക്ഷ സമൂഹത്തിനെ പ്രീണിപ്പിക്കുന്നു എന്ന പേരിൽ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ചില എക്സ്ട്രീമിസ്റ്റ് ലോബികളെയാണ് ഇവർ സഹായിക്കുന്നത്. അതിൽ ഇപ്പോൾ മുസ്ലിം സമൂഹത്തിലെ ആളുകൾക്ക് അതിനോട് വിരോധമുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ സംഘടനകൾക്ക് ഒരു മേൽക്കൈ കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ തോതിൽ ന്യൂനപക്ഷ പ്രീണനം കേരളത്തിൽ നടക്കുമ്പോൾ അതിനോട് സ്വാഭാവികമായിട്ടുള്ള ഒരു അമർഷവും പ്രതിഷേധവുമൊക്കെ ഭൂരിപക്ഷ സമൂഹത്തിനുണ്ടാകും. അത് മെല്ലെ മെല്ലെ പ്രകടമായിട്ട് തുടങ്ങുന്നുണ്ട്. ആ പ്രകടമായി തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പിന്നെ സ്വീകരിക്കാൻ സാധിക്കുന്നൊരു പാർട്ടി BJP ആണ്. അതുകൊണ്ട് കേരളത്തിൽ ഭൂരിപക്ഷ വോട്ട് ബാങ്ക് എന്നുള്ളത് സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെടുന്നൊരു വോട്ട് ബാങ്കാണ്. കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്നില്ല, സ്വാഭാവികമായിട്ടുണ്ടാകും. അത് വലിയ തോതിൽ രണ്ട് മുന്നണികൾക്കും തിരിച്ചടിയാവുകയും ചെയ്യും. ഈ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിലൊക്കെ വലിയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ നായർ സമുദായം കോൺഗ്രസ്സിനൊപ്പം നിന്നിരുന്ന കമ്മ്യൂണിറ്റിയാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പരമ്പരാഗതമായി കോൺഗ്രസ്സിനൊപ്പം നിന്നിരുന്ന കമ്മ്യൂണിറ്റിയാണ്. ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് CPMനൊപ്പം നിന്നിരുന്ന കമ്മ്യൂണിറ്റിയാണ്. ഈ മൂന്ന് കമ്മ്യൂണിറ്റികളിൽ നിന്നും വോട്ട് ചോർത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം BJPക്ക് ഇപ്പോൾ ഉണ്ട്. വോട്ട് ചോർത്തിയെടുക്കുകയല്ല, ഈ മൂന്ന് സമൂഹത്തിനും അവർക്ക് വിശ്വാസമുള്ള ഒരു സ്വാഭാവിക പാർട്ടിയായിട്ട് BJP മാറുകയാണ്. ഈ ചോർത്തിയെടുക്കുക എന്ന പദം ഞാൻ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അറിയാതെ ചോർത്തിയെടുക്കുന്ന പോലും അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും കുറുക്ക് വഴികളിലൂടെ നേടുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായി നേടുന്നതല്ല. BJP സ്വീകരിക്കുന്ന നിലപാടുകൾ വസ്തുതാപരമാണ് എന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിലെ ഈഴവ സമൂഹം, ആ ഈഴവ സമൂഹം കാലാകാലമായിട്ട് CPMൻ്റെ കൂടെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആ സമൂഹത്തോട് CPM നേതൃത്വം കാണിക്കുന്ന പരിശ്രമം, ശ്രീനാരായണ ഗുരുദേവനെ പോലും അപമാനിക്കാനുള്ള പരസ്യമായ പരിശ്രമം ഉണ്ടാകുമ്പോൾ ആ പരിശ്രമം നടത്തുന്ന ആളുകളുടെ കൂടെയായിരുന്നു CPM. ക്രിസ്ത്യൻ സമൂഹത്തിന് ഈ പ്രശ്നമുണ്ട്. ക്രിസ്ത്യൻ സമൂഹം പരമ്പരാഗതമായിട്ട് UDFൻ്റെ കൂടെയായിരുന്നു. പക്ഷേ കേരളത്തിലും ആഗോളതലത്തിൽ തന്നെ ക്രിസ്ത്യൻ സമൂഹം വലിയ ഭീഷണികളെ നേരിട്ടപ്പോൾ, മുസ്ലിം തീവ്രവാദ ശക്തികളുടെ വലിയ ആക്രമണം ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ടുണ്ടായപ്പോൾ അതിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള പാർട്ടി BJP ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ഈ ഭൂരിപക്ഷ സമൂഹത്തിനും ക്രിസ്ത്യൻ സമൂഹത്തിനും അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നൊരു പാർട്ടി, അവരുടെ ഫീലിങ്സിനോടൊപ്പം നിൽക്കുന്നൊരു പാർട്ടി BJP ആണ് എന്നുള്ള തോന്നൽ അവരുടെ മനസ്സിലുണ്ടാവുകയാണ്. മുസ്ലിം എന്ന് പറയുമ്പോൾ മാത്രം മുസ്ലിം തീവ്രവാദം എന്ന് കൂട്ടി ഉപയോഗിക്കുന്നു. ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും BJP നേതാക്കന്മാരാരും ക്രൈസ്തവ തീവ്രവാദം എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ കാസ പോലുള്ള ഒരു പ്രസ്ഥാനങ്ങൾ, വളരെ തീവ്രമായ ക്രിസ്ത്യൻ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. അവരൊന്നും BJPക്കാർ ക്രൈസ്തവ തീവ്രവാദികളെന്ന് വിളിച്ചിട്ടില്ല. കേരളത്തിൽ തന്നെ ഹിന്ദു തീവ്രവാദം പറയുന്ന അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രവാദം പറയുന്ന ആളുകളുണ്ട്. ഈ ആളുകളെ ഹിന്ദു തീവ്രവാദികളെന്നും വിളിച്ചിട്ടില്ല. മുസ്ലിം എന്ന പേരിനൊപ്പം മാത്രം എന്തുകൊണ്ടാണ് തീവ്രവാദികൾ എന്ന് വെച്ച് ഉപയോഗിക്കുന്നത്? ഈ തീവ്രമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരല്ല തീവ്രവാദികൾ. തീവ്രമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരെ വേണമെങ്കിൽ നമുക്ക് മതമൗലികവാദികളെന്ന് വിളിക്കാം. തീവ്രവാദികളെന്ന് പറയുന്നത് അവർ ഭീകരപ്രവർത്തനം നടന്നുകൊണ്ടാണ്. അത് കേരളത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ഭീകരവാദ സംഘടനകളുമായിട്ട് ബന്ധമുള്ള ചില ഗ്രൂപ്പുകൾ കേരളത്തിലുണ്ട്. ആ ഗ്രൂപ്പുകളെക്കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പുകൾ അറിയപ്പെടുന്നത് മുസ്ലിം ഐഡൻറ്റിറ്റിയുടെ പേരിലായതുകൊണ്ടാണ്. നാളെ അവർ വേറൊരു ഐഡൻറ്റിറ്റിയുടെ പേരിൽ അറിയപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറയും. അറിഞ്ഞോ അറിയാതെയോ നിർഭാഗ്യവശാൽ ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകൾ മുസ്ലിം ഐഡൻറ്റിറ്റിയുടെ പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടാണ് അവർ അങ്ങനെ വിളിക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാ മുസ്ലിം സമൂഹവും ഈ ആശയത്തെ സ്വീകരിക്കുന്നില്ല. മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ഇതിനെതിരാണ്. പക്ഷേ നിർഭാഗ്യവശാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റിയുടെ പേരിൽ ആ ഭീകരവാദ സംഘടനകൾ അറിയപ്പെടുന്നതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം മുസ്ലിം എന്ന വാക്ക് തീവ്രവാദമാണ് എന്നൊന്നും അതിന് അർത്ഥമില്ല. കേരളത്തിലെ BJP എപ്പോഴും ഒരു ഹിന്ദു പോളറൈസേഷൻ ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത്, ഇതാ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു വോട്ട് ബാങ്കാണ്, അവിടെ നോക്കൂ, ആ കമ്മ്യൂണിറ്റി അങ്ങനെ വോട്ട് ബാങ്കായി നിൽക്കുന്നതുകൊണ്ട് നമുക്കതിനൊരു മറുപടി പറയണം എന്ന് പറഞ്ഞ് അതിനെ ഒരു ഭീകരവൽക്കരിച്ചുകൊണ്ട് ഒരു ഹിന്ദു പോളറൈസേഷന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? നേരെ തിരിച്ചാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. RSSൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി UDFും LDFും ശ്രമിക്കുകയാണ്.
ആ ശ്രമത്തിൽ ഒരു മുസ്ലിം കൺസോളിഡേഷൻ കേരളത്തിലുണ്ടാവുകയാണ്. കേരളത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ മുസ്ലിം കൺസോളിഡേഷൻ മുസ്ലിം ഇഷ്യൂയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് പൊളിറ്റിക്സിൽ? ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുസ്ലിം ഇഷ്യൂ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായിട്ടില്ല. മുസ്ലിം കൺസോളിഡേഷൻ ഇവരുണ്ടാക്കുന്നത് RSS എന്ന് പറയുന്ന ഒരു ഇത് കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തി ഉണ്ടാക്കുകയാണ്. സത്യത്തിൽ അത് മുസ്ലിം സമൂഹം മെല്ലെ മെല്ലെ തിരിച്ചറിയുന്നുണ്ട്. പഴയതുപോലെ ഇപ്പോൾ അത് വേവുന്നില്ല, അത് തിരിച്ചറിയുന്നുണ്ട് അവർ. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ വലിയ പ്രീണനം കേരളത്തിൽ വരുമ്പോൾ ചില വിഷയങ്ങളുടെ പേരിൽ വസ്തുതകളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് 100% ബോധ്യമായിട്ടും മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കാനും അവർ ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ചൊരു വോട്ട് ബാങ്കായിട്ട് മാറുമെന്നുള്ള വിശ്വാസമുണ്ട്. അവരെ പ്രീണിപ്പിക്കാനും വേണ്ടി വലിയ പരിശ്രമമുണ്ടാകുന്നു. അത് ആരും ചോദ്യം ചെയ്യുന്നില്ല, ഞങ്ങളത് ചോദ്യം ചെയ്യും. അത്രയും മുസ്ലിം കൺസോളിഡേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ വലിയ അന്തഛിദ്രങ്ങളുണ്ട്. അവർ തമ്മിലുള്ള ആശയപരമായ വ്യത്യാസങ്ങൾ ഇപ്പോൾ പരസ്പരമായ പോരിലേക്ക് പോലും എത്തുകയാണ്. സമസ്തയ്ക്കുള്ളിൽ തർക്കം, AP വിഭാഗം, ജമായത്ത്, മുജാഹിദ്, പരസ്പരം കണ്ടാൽ മിണ്ടാത്തവരും സലാം അടക്കാത്തവരുമായ ഒരു വിഭാഗമാണ്. അതങ്ങനെ വലിയ പോളറൈസേഷൻ സംഭവിക്കുന്നു, കൺസോളിഡേഷൻ സംഭവിക്കുന്നു, ആ ഹിന്ദുക്കൾക്ക് എന്തോ മാരകമായി സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്ന പ്രചരണമുണ്ടല്ലോ, അതൊരു ഹിന്ദു ധ്രുവീകരണത്തിന് വേണ്ടി സംഭവിക്കുന്നതല്ലേ? മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അവരെ കൂട്ടിയോജിപ്പിക്കാൻ RSS എന്ന ഒരു പേര് കാട്ടി അവരെ കൂട്ടിയോജിപ്പിക്കാൻ LDFും UDFും ശ്രമിക്കുന്നുണ്ടല്ലോ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഉദാഹരണമായി ഞാൻ പറയാം, പാലസ്തീനിൽ വിഷയമുണ്ടായപ്പോൾ എന്തിനാണ് CPM പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയത്? എന്താണ് CPMന് അതിന് രാഷ്ട്രീയത്തോടുള്ള ബന്ധം? കേരളത്തിൽ അങ്ങനെ റാലി നടത്തേണ്ട ഒരാവശ്യമില്ല. മുസ്ലിം സമൂഹത്തിൻ്റെ പ്രശ്നം പറയുകയാണെങ്കിൽ ഒരു അന്താരാഷ്ട്ര മനുഷ്യ സമൂഹത്തിൽ മനുഷ്യവംശത്തോട് നീതി പുലർത്തുക, അതിനോട് കൂറ് പുലർത്തുക, അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യാന്തരമായ പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യണ്ടേ? കമ്മ്യൂണിസം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഡൽഹിയിലല്ലേ ചെയ്യേണ്ടത്, കോഴിക്കോടല്ലല്ലോ ഇന്ത്യയുടെ തലസ്ഥാനം. അല്ല, കേരളത്തിലാണല്ലോ. CPM മറ്റെവിടെയും ചെയ്തില്ലല്ലോ. നമുക്കിപ്പോൾ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാട് എല്ലായിടത്തും ഒരുപോലെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. CPMന് സ്വാധീനമുള്ള 2 പ്രദേശങ്ങൾ, ഒന്ന് കേരളവും പിന്നൊന്ന് അത്യാവശ്യം ബംഗാളിലുമാണ്. ബംഗാളിലാണെങ്കിൽ കേരളത്തേക്കാൾ കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. എന്നിട്ട് പോലും കൽക്കട്ടയിൽ ഒരു പലസ്തീൻ ഐക്യദാർഢ്യ റാലി എന്തുകൊണ്ട് CPM നടത്തിയില്ല? ഇനി പാലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യമാണെങ്കിൽ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി എന്താ ചെയ്യുക? ഡൽഹിയിൽ ഇസ്രായേലിൻ്റെ കാര്യാലയമുണ്ട്, അവിടെ അല്ലെങ്കിൽ ഡൽഹി പരസ്യമായി നടത്തണം. അതാണല്ലോ നമ്മുടെ ഒരു അന്താരാഷ്ട്ര രംഗത്തെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറയേണ്ടത്. അങ്ങനെയാണല്ലോ. അതൊന്നും നടത്താതെ കേരളത്തിൽ മലബാറിൽ മാത്രം നടത്തുന്നു. അതാണ്, കേരളത്തിൽ മലബാറിൽ മാത്രമാണ് നടത്തുന്നത്, വേറെ എവിടെ നടത്തില്ല. UDF നടത്തി, അവരും മലബാറിലാണ്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? അത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ പല കാര്യങ്ങളുടെ പേരിൽ വിഭജിച്ച് നിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ പാലസ്തീൻ്റെ പേര് പറഞ്ഞുകൊണ്ട് യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, പൗരത്വ നിയമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് ഉണ്ടായി. പാലക്കാട്ട് ഈ പറയുന്ന വ്യത്യസ്ത ധാരകൾ, SDPI, ജമായത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, ഇവർക്കെല്ലാവർക്കും കാന്തപുരം സുന്നി, ഇതെല്ലാം എന്താ പറയുക, മുസ്ലിം സമൂഹത്തിൽ ഒരിക്കലും ചേരില്ല എന്ന് പറയുന്ന ആളുകളാണ് ഇവരെല്ലാവരും. മോരും മുതിരയാണ്. പക്ഷേ പാലക്കാട് ഈ മോരും മുതിരകളെല്ലാം UDFന് പുറം ഒരുമിച്ച് അണിനിരുന്നല്ലോ, അതവർക്ക് സാധിക്കുന്നു. അപ്പോൾ ആവശ്യം വരുന്ന സന്ദർഭത്തിൽ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പായി മാറി ഈ മുന്നണിയോട് വിലപേശാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ CPM ഒരു BJP ലൈനിലാണെന്ന് തോന്നുന്നു. കാരണം CPM BJP പറയുന്ന പോലെ മുസ്ലിം തീവ്രവാദം, ജമായത്തെ ഇസ്ലാമി തീവ്രവാദ ശക്തികൾ ലീഗിൽ കടന്നു കയറുന്നു, ലീഗിനെ നയിക്കുന്ന ജമായത്തെ ഇസ്ലാമിയാണ്, MEC7 പോലുള്ള വ്യായാമ കൂട്ടായ്മയിൽ ജമായത്തെ ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞാൽ അവർ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് RSSനേക്കാൾ വിമർശിക്കുന്നുണ്ട് ജമായത്തെ ഇസ്ലാമി. അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ന്യൂനപക്ഷ തീവ്രവാദത്തിനും എതിരാണ് എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ CPM ഒരു BJP ലൈൻ സ്വീകരിക്കുന്നു എന്നാണ്? BJP ലൈനല്ല. CPM ചെയ്യുന്നത് ഒരേ സന്ദർഭത്തിൽ മുസ്ലിം ഈ മതമൗലികവാദ ഭീകരവാദ നിലപാടിൻ്റെ കൂടെ നിൽക്കുകയും ഇപ്പുറത്ത് ഞങ്ങളതിനെതിരാണ് എന്നുള്ള ഒരു മേനി നടിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ താങ്കൾ ചോദിച്ച അവസാനം ഈ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഈ MEC7 കൂട്ടായ്മയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. 24 മണിക്കൂർ കഴിയുമ്പോൾ അത് മാറ്റി പറയുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ ഒരു സന്ദർഭം ഒരു വശത്തുകൂടി ചില ആളുകളെ ഇറക്കി വിട്ട് ഇത് പറയുക,
മറുവശത്തു കൂടി ഈ ആളുകളുമായിട്ട് CPM സംസ്ഥാന നേതൃത്വം സംസാരിച്ച് അത് പിൻവലിപ്പിക്കുക. കണ്ടോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കണം. ഒരേ സമയത്ത് മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി കൈകോർക്കുക. SDPIയോട് CPM വിരോധം സത്യസന്ധമാണെങ്കിൽ കേരളത്തിലെ നിരവധി ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും SDPയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ എന്തുകൊണ്ടാണ് CPM തയ്യാറാകാത്തത്? ജമായത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ നേരത്തെ ജമായത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടത് തെറ്റായിപ്പോയി എന്ന് ഇതുവരെ CPM പറഞ്ഞിട്ടില്ല. രണ്ടാമത്, ഇപ്പോഴും ഈ കോഴിക്കോട് ജില്ലയിലടക്കം ലോക്കൽ ബോഡിയിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ CPM വിചാരിക്കുന്നത് പണ്ടൊക്കെ CPM ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. ഇപ്പോഴങ്ങനെ സാധിക്കില്ല. ഇപ്പോൾ ആളുകൾ CPM നേതാക്കളും പറയുന്നതിൻ്റെ കാപട്യം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വെറും ജമായത്ത് ഇസ്ലാമിക്കും SDPക്കും എതിരായിട്ട് CPM പറയുന്നത് വെറും കാപട്യം മാത്രമാണ് എന്ന് സാമാന്യ സമൂഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും, CPMനും തിരിച്ചറിയാൻ സാധിക്കും. സ്വാഭാവികമായി കേരളത്തിൽ നിന്നല്ല രാജ്യത്താകെ ഒരു ഫാസിസ്റ്റ് ശക്തി എന്ന് അവർ വിശേഷിപ്പിക്കുന്ന BJP തുടർച്ചയായി അധികാരത്തിൽ വരികയും ആ BJP ഉണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്ന് ഒരു മൈനോറിറ്റി സമൂഹത്തെ രക്ഷിക്കാൻ അല്ല അവർക്കൊരു സുരക്ഷിത ബോധം കൊടുക്കാൻ CPM എടുക്കുന്ന ഒരു മുൻകൈയായി അതിനെ കണക്കാക്കിക്കൂടെ? ലീഗ് എടുക്കുന്ന ഒരു മുൻകൈയായി അതിനെ കണക്കാക്കിക്കൂടെ? അല്ല, അത് വസ്തുതാ വിരുദ്ധമാണല്ലോ. ഇതൊരു പ്രചരണം മാത്രമല്ലേ, വസ്തുതകളുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അപ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വരുത്തി തീർത്തി ആളുകളുടെ മനസ്സിൽ ഭീതിയുണ്ടാക്കി അവരെ ഒരുമിച്ച് നിർത്തുക. നമ്മൾ ഇല്ലാത്തൊരു ശത്രുവിൻ്റെ മുമ്പിൽ കാണിക്കുകയാണ്. ഇല്ലാത്ത ശത്രുവിനെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ആളുകളെ ഒരുമിച്ച് കൂട്ടുക, അതാണ് ചെയ്യുന്നത്. ഇല്ലാത്ത ശത്രു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം BJP മറ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റികളൊക്കെ കൂടെ നിർത്താൻ, ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പോലും കൂടെ നിർത്താൻ വേണ്ടി സഭാധ്യക്ഷന്മാരെ കാണുന്നു, അവരുടെ നേതാക്കന്മാരെ കാണുന്നു, വത്തിക്കാനിലേക്ക് പോകുന്നു, റോമിലേക്ക് പോകുന്നു. ഇങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തോടൊപ്പമുണ്ട് എന്ന് തെളിയിക്കാൻ BJP ശ്രമിക്കുന്നതിൻ്റെ 10-1 പോലും ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പറയാൻ പോലും BJPയുടെ ഒരു നേതാവില്ല എന്നുള്ളതാണ്. രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ദേശീയ തലത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഉത്തർപ്രദേശിലെ 6-7 നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള 1-2 മണ്ഡലങ്ങളുണ്ട്. ചില 60% മേലെ മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലം. ആ മണ്ഡലങ്ങളിൽ പോലും ഈ പ്രാവശ്യം BJPയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് വസ്തുതകൾ സംസാരിക്കാൻ പാർട്ടി ദേശീയ തലത്തിൽ ശ്രമം നടക്കുന്നുണ്ട്. അതിന് ധാരാളം പ്രധാനമന്ത്രി തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് മുസ്ലിം മത നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടുണ്ട്, അവിടെ ഗ്രൂപ്പുകളായി സംസാരിക്കുന്നുണ്ട്, താഴെയുണ്ട്. കേരളത്തിൽ ഞങ്ങൾ ഒരു ശ്രമം കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരുന്നു. ആ ശ്രമം മുൻകൂട്ട് കൊണ്ടുപോകണം. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും വിഭാഗവുമായി ഒരു നേരിട്ട് ചർച്ചയ്ക്ക് BJP ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി തയ്യാറാവാൻ പോകുന്ന പല ഇപ്പോൾ സമസ്തയുണ്ട്, AP വിഭാഗമുണ്ട്, മുജാഹിദ് വിഭാഗമുണ്ട്, ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗവുമായി ഒരു ചർച്ചയ്ക്ക് BJP ഇതുവരെ ഈ കാലം അത്രയും തയ്യാറായിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടൊരു ചർച്ച നടത്തിയിട്ടില്ല. പക്ഷേ എല്ലാ വിഭാഗങ്ങളുമായിട്ടും കാണണം, സംസാരിക്കണം എന്ന് തന്നെയാണ് BJPയുടെ നിലപാട്. സ്വാഭാവികമായിട്ടും BJP സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ ബൂത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, മണ്ഡലം തെരഞ്ഞെടുപ്പുകൾ നടക്കും, ജില്ലകൾ 31 വിഭജിച്ചു, സംസ്ഥാന തലത്തിൽ വരെ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരം നടക്കുമെന്നാണോ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലമായി അനുവർത്തിച്ച് വരുന്ന ഒരു സമവായത്തിലൂടെ ഒരു പ്രസിഡന്റ് വരും എന്നുള്ളതാണ്? BJPക്കകത്ത് ഇലക്ഷനില്ല, BJPക്കകത്ത് സെലക്ഷൻ മാത്രമേ ഉള്ളൂ. സെലക്ട് ചെയ്യപ്പെടുന്ന ആൾ ഒരു ഇലക്ഷൻ പ്രോസസ്സിലൂടെ ചുമതലയിലേക്ക് വരും. ഇപ്പോൾ ബൂത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബൂത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൂത്ത് പ്രസിഡന്റുമാരായിട്ട് കേരളത്തിൽ ഒരു ബൂത്തിലും മത്സരമില്ല, ഒരാളെ ഉണ്ടാവുകയുള്ളൂ. ആ ആൾ നോമിനേഷൻ കൊടുക്കും, തിരഞ്ഞെടുപ്പ് നടപടിക്രമമുണ്ടാകും, വരണാധികാരി ഉണ്ടാകും, നോമിനേഷൻ വാങ്ങിക്കും, ആ നോമിനേഷൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കും, എന്നിട്ട് അയാളെ പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കും. എവിടെയെങ്കിലും 2 മത്സരം വന്ന് എവിടെയും ഉണ്ടാവില്ല. കാരണം ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു നാമനിർദ്ദേശം ചെയ്യുന്ന മട്ടിലായുള്ള നാമനിർദ്ദേശമല്ല, അതിനു മുമ്പ് ഒരു പ്രോസസ്സ് ഉണ്ട് BJPക്കകത്ത്. ആ ബൂത്തിൽ എല്ലാ പ്രവർത്തകന്മാർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരാളെ ഞങ്ങൾ കണ്ടെത്തും. ഈ ബൂത്ത് തലം മുതൽ ഇങ്ങനെ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു നേതൃത്വം അങ്ങനെ ബൂത്ത് പിടിക്കുക അല്ലെങ്കിൽ മണ്ഡലം പിടിക്കുക എന്നർത്ഥത്തിൽ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാൻ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊക്കെയുള്ള ഒരു ശ്രമം ഉണ്ടാവും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. കാരണം ഒരു ബൂത്ത് പ്രസിഡന്റിനെ ആരാവണം എന്ന് സമവായത്തിലൂടെ തീരുമാനിക്കപ്പെടുന്നത് ആ ബൂത്തിലെ പ്രവർത്തകന്മാരാണ്. അത് ഒന്നിൽ കൂടുതൽ ആളുകൾ ചിലപ്പോൾ വന്നേക്കാം. അത് കൂടുതൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ, പൊതു സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ആ ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുന്നതിൽ അവിടുത്തെ പ്രവർത്തകന്മാർക്ക് മാത്രമേ റോളുള്ളൂ.
ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സമവായ പ്രക്രിയ നടക്കുമ്പോൾ ആ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകന്മാർക്ക് മാത്രമേ റോളുള്ളൂ, പുറത്തുനിന്ന് വരുന്നവരാക്കും റോളില്ല. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും അത്തരത്തിലൊരു സമവായമാണോ ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ മത്സരത്തിലേക്ക് പോകുക കാര്യങ്ങൾ? സമവായം മാത്രം. കാരണം ബി ജെ പിക്കകത്ത് സമവായ പ്രോസസ്സിലൂടെ അല്ലാതെ തെരഞ്ഞെടുപ്പിലൂടെ ഒരാളും പ്രസിഡൻ്റാകാൻ വേണ്ടി പോകുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നു, അത് എനിക്ക് കൃഷ്ണദാസാണ് ഏറ്റവും ഒടുവിൽ അങ്ങനെ വന്നത്. പി കെ കൃഷ്ണദാസും മത്സരത്തിലൂടെ പ്രസിഡൻ്റായ ആളല്ല. അല്ല, പി കെ കൃഷ്ണദാസും സമവായത്തിലൂടെ ഒരു നോമിനേഷനേ ഉണ്ടായിരുന്നുള്ളൂ, കൃഷ്ണദാസിയുടെ മാത്രം. അതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു 95 മറ്റുമാണ്, 95 അങ്ങനെ അവസാനമായിട്ട് അങ്ങനെ ഒരു കണ്ടസ്റ്റൊക്കെ നടന്നത് അതിനൊക്കെ മുമ്പാണ്. കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ ഈ ഒരു സമവായ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയായിരിക്കും. പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരാരാകണം എന്നതിനെ സംബന്ധിച്ച് നേരത്തെ തങ്ങൾ ജില്ലകൾ വിഭജിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും പാർട്ടി എത്തിയിട്ടില്ല. അതൊരു പ്രപ്പോസൽ മാത്രമാണ്. ജനസംഖ്യയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി റവന്യൂ യൂണിറ്റുകൾ വിഭജിക്കണമെന്നുള്ള പ്രപ്പോസലുണ്ട്, അതൊന്നും ഫൈനലായിട്ടില്ല. ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കപ്പെടുന്നത് മണ്ഡലം പ്രസിഡന്റുമാരെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ സമവായവും ആ സമവായത്തിനടുത്തിൽ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ഇതേ സമവായ പ്രക്രിയ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ആളുകൾ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് ആ ജില്ലകളിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തകന്മാരും ഒരുമിച്ച് കാണും. ഏതെങ്കിലും ഒരു വ്യക്തി പോയി കാണുകയില്ല, എല്ലാവരും ഒരുമിച്ചാണ്. 2-3 പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ആ ജില്ലയിൽ പോയി പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാവരെയും കണ്ട് സംസാരിച്ച് എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് ഒരു വ്യക്തിയിലേക്കെത്തും, അയാൾ ജില്ലാ പ്രസിഡന്റ്. ഇത്തവണയും ഒരു സമവായ പ്രസിഡന്റ് ആയിരിക്കും ഉണ്ടാവുക. തീർച്ചയായും പാർട്ടി ബൂത്ത് തലം മുതൽ ദേശീയ അധ്യക്ഷന് വരെ സമവായത്തിലൂടെ ഒരാളെ കണ്ടെത്തുക എന്ന രീതിയാണ് ഈ പ്രാവശ്യം ഉണ്ടാവുക. കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രൻ വന്നു. താങ്കൾ 98 മുതൽ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായും പിന്നീട് 2006 മുതൽ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലൊക്കെ ഉണ്ടായിരുന്നു. സീനിയോറിറ്റി മറികടന്ന് വേറൊരാൾ പ്രസിഡന്റാവുന്നു. ഒരു അല്പ മാനസിക പ്രയാസം ഒന്നും ഉണ്ടായില്ലേ ശരിക്കും? അല്ല, അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കാരണം പാർട്ടിയിൽ ചുമതലയിലേക്ക് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്നെക്കാളും സുരേന്ദ്രനേക്കാളും സീനിയറായിട്ടുള്ള ആളുകൾ പ്രസിഡന്റുമാരാവാതെ പോയിട്ടുണ്ടല്ലോ. കൃഷ്ണദാസ് കേരളത്തിലെ ബി ജെ പി പ്രസിഡൻ്റാകുന്നത് 42ാമത്തെ വയസ്സിലാണ്. അന്ന് അത് കൃഷ്ണദാസിയേക്കാൾ സീനിയറായിട്ടുള്ള ഒരുപാട് ആളുകൾ ബി ജെ പിയിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ട്. സി കെ പ്രസിഡൻ്റായ സമയത്ത് സി കെനേക്കാൾ സീനിയറായിട്ടുള്ള ആളുണ്ടായിരുന്നു. അപ്പോൾ സീനിയോറിറ്റി അല്ല പ്രസിഡൻറ്റിൻ്റെ മാനദണ്ഡം. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ പ്രസിഡൻ്റ് ആരാകണമെന്ന് കേന്ദ്ര നേതൃത്വം എല്ലാവരുമായി സംസാരിച്ച് ഒരു സമവായത്തിലേക്കെത്തി ഒരാൾ അങ്ങനെ ഒരാൾ പ്രസിഡൻ്റാകും. പിന്നെ ഒരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് അവസരങ്ങൾ പാർട്ടി തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതൊഴികെ ബാക്കി എല്ലാ ചുമതലകളും ഞാൻ കേരളത്തിൽ, ഞാൻ പറഞ്ഞല്ലോ 23ാമത്തെ വയസ്സിൽ യുവമോർച്ചയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ആളുകളെ ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞാൻ 28ാമത്തെ വയസ്സിൽ യുവമോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ്. 33ാമത്തെ വയസ്സിൽ പാർട്ടി സംസ്ഥാന ഭാരവാഹിയിട്ടുള്ള ആളാണ്. ഈ ചെറിയ പ്രായത്തിലുള്ള പാർട്ടി സംസ്ഥാന ഭാരവാഹിയാവുന്നത് ഒക്കെ വളരെ ചുരുക്കം. സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു അവസരം കൂടി ദേശീയ നേതൃത്വം തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, ദേശീയ നേതൃത്വം ആണല്ലോ തീരുമാനിക്കേണ്ടത്. അതൊരു അവസരമാണല്ലോ. ഒരു ദേശീയ അല്ല, സ്വാഭാവികമായിട്ടും അവസരം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയില്ലല്ലോ. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഘടനാ പ്രവർത്തനത്തിനിടയിൽ എന്നോട് ജനറൽ സെക്രട്ടറി ആവാൻ വേണ്ടി പറഞ്ഞു, ഞാനായി. എന്നോട് വൈസ് പ്രസിഡന്റ് ആകാൻ വേണ്ടി പറഞ്ഞു, ആയി. ഇന്ന പോസ്റ്റ് എനിക്ക് വേണമെന്ന് ഒരു നേതൃത്വത്തിൻ്റെ മുമ്പ് ഞാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഓരോ സന്ദർഭത്തിലും എന്നോട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുന്ന പോസ്റ്റുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ചുമതലകൾ പാർട്ടി നേതൃത്വം എന്നോട് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കും. അത് യാതൊരു വ്യത്യാസമില്ല. 5 വർഷം പൂർത്തിയാവുന്ന സുരേന്ദ്രൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ ഇനിയൊരു തെരഞ്ഞെടുപ്പ് കാലത്ത്? അത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. കേന്ദ്ര നേതൃത്വം ഇതുവരെ അത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളിപ്പോൾ ബൂത്ത് മണ്ഡലം തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ജില്ല നൽകും. അതിനുശേഷം മാത്രമേ സംസ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. അപ്പോൾ ആ സന്ദർഭത്തിലാണ് അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടത്. അപ്പോൾ പാർട്ടി അങ്ങനെ ഒരു അവസരം തരട്ടെ എന്ന് ആശംസിക്കുന്നു. പാർട്ടി ഇതുവരെ തന്ന അവസരങ്ങൾ തന്നെ ഞാൻ വലിയ സന്തോഷവാനാണ്.